എനിക്ക് ഒരു പറയാനുള്ള അഭിപ്രായം, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. ഒരു പരാജയമാണ് രാഹുൽ ഗാന്ധി. ഈ ഗ്രൂപ്പുകൾ കൂടിയത് കൊണ്ടാണോ ഇത്ര പ്രശ്നം? ഗ്രൂപ്പ് കൂടിയത് എന്നാ ഗ്രൂപ്പ്? ആരുടെ ഗ്രൂപ്പ്? ഇതൊന്നും പ്രശ്നമല്ല. കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടി, അവർക്ക് തർക്കങ്ങളൊക്കെ കൂടുതലുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമാണ് നേതാക്കന്മാരെ പടർന്ന് പോയി എല്ലാവർക്കും നേതാവാണെന്ന് ആഗ്രഹിക്കും. എല്ലാവരും സീറ്റിടും. MLA ആയാലും ഒന്നുമല്ല കോൺഗ്രസിനകത്ത്. പക്ഷെ ഒരുപാട് മുഖ്യമന്ത്രിമാര് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം ആരാ? രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ നമ്മുടെ വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രിയാണ്, KC വേണുഗോപാൽ. സതീശൻ മുഖ്യമന്ത്രി ആയിട്ടാണ് നടക്കുന്നത്. ആ കോടതി ചെന്നിട്ടല്ലേ ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗമാണോ സംഘമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോൾ ബലാത്സംഗമാവില്ല. ആ സ്വഭാവം കേരളത്തിൽ കൂടുതലാണ്. ഈ സ്ത്രീപക്ഷ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജോർജ് സാറേ, ഇപ്പോൾ ഈ അടുത്ത് ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട്. പാലക്കാട് ഈ അടുത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായി, തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിയാണ്. അത്തരത്തിലാണ് വാർത്തകൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഈ അടുത്തുണ്ടായ കേസുകളൊന്നുമല്ല, 2020 ആ ഒരു കൊറോണ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു നിലവിൽ പൊന്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ മാത്രമാണ് ഒരു അനുകൂല രീതിയിൽ രാഹുലിനോടൊപ്പം നിൽക്കുന്നത്. ഈ ഒരു ഇതെന്തായാലും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സാറിന് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് എനിക്ക് ഒരു പറയാനുള്ള അഭിപ്രായം, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. ഇനി അയാളെ കൊല്ലം നടക്കേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യമാണ്, രാഹുൽ ചെയ്തപ്പോൾ ശരിയാണെന്ന് പറയാൻ ഞാനില്ല. അത് ഞാൻ തന്നെ നടന്നാൽ ബലാത്സംഗം നടക്കും. ഒരു പെണ്ണി എന്നിട്ടല്ലേ ബലാത്സംഗം നടന്നു. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ശരിയാണ്. 3 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പൊക്കെ അയാൾ ഇംഗത്തിന് വഴങ്ങിക്കൊടുത്തേച്ച് ഇപ്പം കിടന്ന് പരാതി പറഞ്ഞിരുന്ന ന്യായം നമ്മുടെ പെൺപിള്ളേർ ശ്രദ്ധിക്കണം. ഇത് പല സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത് കേട്ട ഉടനെ ഒയ്യോ PC പറയുന്ന മുഖത്ത് നീയൊക്കെ മുഖത്ത് കയറിയാൽ എനിക്ക് വിരോധമില്ല എന്ന് പെണ്ണുങ്ങളോട് പറയുന്നു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, മനസ്സിലായോ? അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം എന്നെ തിരുവനന്തപുരത്ത് സിറ്റി കമ്മീഷൻ വിളിച്ച് ഞാൻ അവിടെ ചെയ്യുക ഒരു കേസ് അന്വേഷണമാണ്. അന്വേഷണം തീരാറായി ഏറ്റപ്പോഴത്തേക്കിന് ഇപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷൻ എല്ലാം കൂടെ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ കമ്മീഷൻ ചോദിച്ചു, എന്നാ കാര്യം, എന്താ കാര്യം? ഞാൻ അന്ന് രാവിലെ ഇവിടുന്ന് പോയത്, കമ്മീഷണർക്ക് അറിയാം. പുള്ളി എന്നെ വിളിച്ചോൻ്റെ അന്ന് 10 മണി, ഞാൻ രാവിലെ വന്നാൽ 11:30 ആക്കിയിരിക്കുക. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. പുള്ളിക്കറിയാം ഞാൻ ഇവിടെ നിന്നാണ്. അപ്പോൾ കമ്മീഷൻ ചോദിച്ചു, എന്താ പ്രശ്നം? സരിതയെ ബലാത്സംഗം ചെയ്തു ഞാനേ. അപ്പം ഈ കമ്മീഷൻ ഇന്നലെ എവിടെ വെച്ചു? ഈ ഗസ്റ്റ് ഹൗസിൽ. അത് ആ ഗസ്റ്റ് ഹൗസ് 404 വീതി. ഒറ്റ ചിരി കമ്മീഷണർ. ആ കമ്മീഷൻ ചോദിച്ചാൽ പറയും ഒരു ഭയങ്കര ലോക റെക്കോർഡാണല്ലോ PC പറയുന്നത്. കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന പെണ്ണി എങ്ങനെ ബലാത്സംഗം ചെയ്യും? ഇങ്ങനെയല്ലേ കള്ളപ്രചരണം നടക്കുന്നു. ആ സരിതയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരീടെ പറഞ്ഞു പിണറായി വിജയൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പരാതി കൊടുത്തതാണ്. പോരെ? എനിക്ക് കോടതി ചെല്ലുന്നപ്പോൾ ജാമ്യം തന്നു, വേറെ കാര്യം. കോടതിക്ക് അന്നേരം മനസ്സിലായ കള്ളക്കേസാണ്. ഞാൻ പറഞ്ഞു നീതിന്യായ കോടതി കൂടെ ഇല്ലായിരുന്നു എവിടെ പോയേനെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കോടതികളും ഈ കോടതികളും ഒക്കെ ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഈ ലോകം നശിപ്പിക്കലായിരുന്നു. എൻ്റെ ചോദ്യത നമ്മൾ ആലോചിക്കണം. ഈ രാഹുലിൻ്റെ കാര്യം അതുപോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുപ്പമാണ്. പിന്നെ മകളെ ആണും പെണ്ണും ആകർഷിക്കപ്പെടുക എന്നുള്ളത് ഒരു നിയമമാണ്. ഒരാണിന് ഒരു പെണ്ണിനോട് സ്നേഹമില്ല തോന്നുന്നില്ലെങ്കിൽ അവൻ ആണല്ല. ഒരു പെണ്ണിന് ഒരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയുന്ന അവൾ പെണ്ണല്ല. പക്ഷെ ഒരുപാട് സ്ത്രീകളോട് ആ ഒരു സ്നേഹം തോന്നുന്നു. ആ സ്നേഹം തോന്നുന്ന നമ്മൾ പൊതുപ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ സ്നേഹം വരാതിരിക്കുക നല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് മാങ്കൂട്ടത്തിന് ഒറ്റ അർത്ഥമല്ലോ എനിക്ക് തർക്കം തോന്നുന്നത്. ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് വിളിച്ചപ്പോൾ അത് മരിച്ചോളാൻ പറയുന്ന രീതിയിൽ സംസാരിച്ചത് അവൻ്റെ ചെവിക്കുറ്റിക്ക് അടിവിച്ചു കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായം. അത് മര്യാദയായി. എനിക്ക് അബദ്ധം പറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ചെയ്യും. അതല്ലാതെ വൃത്തികേട് പറയാൻ പാടില്ല. ആ വൃത്തികേട് പറഞ്ഞത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം കാണിച്ച ഏറ്റവും വൃത്തികേട്. പക്ഷേ കോൺഗ്രസ് എടുത്ത തീരുമാനത്തെ അയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം കേട്ടോ. പിന്നെ കോൺഗ്രസ് അത് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനം ഇപ്പം സസ്പെൻഷൻ മതി എന്നാണ്.
അത് അവർ തീരുമാനിക്കട്ടെ. എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അയാൾ MLA സ്ഥാനം രാജിവെക്കണം തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു മരിക്കാൻ പോട്ടെ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കും എനിക്ക് നിന്നെ കൊല്ലാൻ വേണമെങ്കിൽ 2 സെക്കൻഡ് മതിയായിരുന്നു എന്ന് പറഞ്ഞവൻ, അതാണ് ഇതിന്റെ തെറ്റ്. അതാണ് എനിക്ക് അവനോട് അരിശെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ അടുത്ത് എനിക്ക് നിന്നെ കൊല്ലണമെങ്കിൽ 2 സെക്കൻഡ് മതി. അതേപോലെ തന്നെ ഈ അടുത്തായിരുന്നു ഒരു ട്രാൻസ് വുമൺ വന്നിട്ടുള്ളത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മിണ്ടാതിരുന്നില്ല എങ്കിൽ കൂടുതൽ തെളിവുകൾ ഞാൻ പുറത്തുവിട്ടാൽ രാഹുൽ തന്നെയായിരിക്കും നാറാൻ പോകുന്നതെന്ന്. അവക്കിട്ടും അടി വെച്ച് കൊടുക്കണം, അവക്കിട്ടും അടി കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അവളെ തുറന്ന് പറയട്ടെ. അത് ഒരു രാഹുൽ മാങ്കൂട്ടത്തെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തിയാണ്ട് നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ അങ്ങനെ പറയുന്നത്. ഈ പെണ്ണുങ്ങൾ വെച്ച് ശ്രദ്ധിക്കാനുണ്ട്. പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോൾ ചുമ്മാ സ്ത്രീപക്ഷം മാത്രം പറഞ്ഞാൽ പോരാ. സ്ത്രീകൾ ഇച്ചിരി മാന്യത കാണിക്കണം. സ്ത്രീ മാത്രം നോക്കിയാൽ, പുരുഷൻ മാത്രം നോക്കിയാൽ ബലാത്സംഗം നടക്കും. സ്ത്രീയും കൂടെ എന്തിനാ ഇവളുമാർക്ക് കോട്ടറി ചെല്ലുന്നതിന് കൊടുത്തിട്ട്? ആ കോട്ടറി ചെന്നിട്ടല്ലേ ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗമാണോ സംഘമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോൾ ബലാത്സംഗമാവുക. ആ സ്വഭാവം കേരളത്തിൽ കൂടുതലാണ്. ഈ സ്ത്രീപക്ഷ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ബാക്കി 1-2 സ്ത്രീകൾ ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഈ പുള്ളിയൊക്കെ അങ്ങോട്ട് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യാത്തിരുന്നത് പോലും ഹായ് ജാടയാണോ, നിങ്ങൾ സുന്ദരിയാണ്, ഒന്ന് മൈൻഡ് ചെയ്യൂ, ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചതിന്റെ റെക്കോർഡുകളാണ്. തെറ്റാന്ന് അവൻ ചെയ്തതൊക്കെ മര്യാദയാണ്. പിന്നെ ഞാൻ വേറെ കാര്യം മനസ്സിലാക്കണം. ഇവനെ ഇങ്ങനെ മെസ്സേജൊക്കെ എടുത്തിട്ടും ആ പെണ്ണുങ്ങളെ ഇവൻ ഒന്നും ചെയ്തില്ല, ഒരു സംഘം നടന്നില്ല. എന്നാ കാരണം? ആ പെൺകുട്ടികൾ മാന്യതയുള്ളവരാ. പക്ഷെ മറ്റേടത്ത് പ്രണയമായിരുന്നു. അതിന്റെ ഒരു ചാറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലവ് വേണ്ട, ലവ് ഉണ്ടെങ്കിൽ അത് മാരേജിലേക്ക് ആയി പോവും, നമുക്കത് വേണ്ട, കമ്മിറ്റ്മെന്റ് മാത്രം മതി. തീർന്നോ? പിന്നെ ആരുടെ വർത്തമാനം പറയും? അതിനകത്തിൽ ആ സ്ത്രീ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് ആരുടെയും പെപ്പറ്റായി നിൽക്കാൻ താല്പര്യമില്ല, കാരണം ഈ ഒരു ബന്ധം തുടങ്ങിയത് കല്യാണത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പുള്ളി പതുക്കെ അതിൽ കൂടുതലും പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കും, നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് കുഞ്ഞിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, എന്നെ ബാധിക്കില്ലേ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്തയാരെന്ന് ചോദിക്കില്ലേ, അപ്പോൾ ആരാണെന്ന് പറയും. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ ഇത് ബാധിക്കുമെന്നൊരു. അയാൾ ഒത്തിരി തെറ്റ് ചെയ്തെന്നേ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പെണ്ണ് കൂടാതെ അല്ല സംഘം നടന്നതെന്ന് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഈ വരുന്നതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പറയുമ്പോൾ എല്ലാം പോകുക എന്ന് പറഞ്ഞാൽ സ്വഭാവം നിർത്തണം പെണ്ണുങ്ങളെ. നിർത്താൻ വളരെ സീരിയസ് ആയ കാര്യമാണ്. ഇതിപ്പോ ഇത്രയധികം കേസുകൾ ഇത് 2020 നടന്നായിരിക്കുമല്ലോ. ഈ എല്ലാം ഒരുമിച്ച് ഇപ്പൊ വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ ഒരു രാഷ്ട്രീയ പരമായിട്ട് എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കും? ഒരു ഗൂഢാലോചന ഇതിനകത്തില്ല. ഇത് അവരുടെ തന്നെ പേരിലുണ്ടായ സംഭവമാണ്. അതെന്ന് വെച്ചാൽ ആ സ്ത്രീയായിട്ട് ഉണ്ടായ ഇത് വരുന്ന ഓരോ പിന്നെ തന്നെ ഇത് സത്യം പുറത്ത് പറയും. ഈ സരിതയുടെ കാര്യം പറഞ്ഞില്ലേ, പാവം ഇപ്പം എനിക്ക് വലിയ ദുഃഖം തോന്നുക. ആ പാവം ഇപ്പം ക്യാൻസർ രോഗിയായിട്ട് കിടക്കുക. ഈയിടെ അവർ ചാനലിൽ അവർ പറഞ്ഞു PC ജോർജിനെതിരെ ആ കേസ് കൊടുത്ത് ഞാൻ ദുഃഖിക്കുന്നു, എന്നെ മകളെ പോലെ കണ്ട മനുഷ്യനാണ് PC ജോർജ്. ആ സ്ത്രീ പറഞ്ഞു. എന്നിട്ടും മറ്റൊരാൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കൊടുത്തത് എന്നൊരു ചോദ്യമില്ലേ ഉണ്ട്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അവർ അടിമപ്പെട്ടു. മനസ്സിലായില്ല? അവർ പച്ചയ്ക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുത്തതെന്ന് പറയും. അതൊരു കള്ള കേസാണെന്ന് തെളിയിച്ചല്ലേ അല്ല, തിരിച്ചപ്പോ അങ്ങോട്ട് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു പാവം സ്ത്രീയെ ഉദ്ധരിച്ച് എനിക്ക് തന്നെ കിട്ടാണ്. ഞാനതിനൊന്നും. നമ്മളിപ്പോ ഇത്തരം കേസുകളിൽ ഒരാള് ഈ നമ്മുടെ കോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ വെറുതെ കൊണ്ട് കേസ് ഫയൽ ചെയ്താൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തതെന്ന് പരിശോധിക്കണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമപ്രകാരം എല്ലാ കേസുകളും എടുക്കാൻ പാടില്ല. ഒത്തിരി നിയമത്തിൽ ഒത്തിരി പാകപ്പെടുന്നുണ്ടെന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യമല്ലേ ഇത്. എത്രായിരം കാസ്റ്റ് ക്രീഡ് എത്രയാണ്, ഏതൊക്കെ സമുദായം, ജാതി, മതം ഇല്ലാത്തവന്മാർ കുറേ എണ്ണം, ഇതിനിടയ്ക്കാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയെങ്കിലും ഒരു ജനാധിപത്യ രീതി കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിന് മോദിജിയെ പ്രത്യേകം ബഹുമാനിച്ചേ പറ്റുള്ളൂ. അമിത്ഷാജിയെ ബഹുമാനിക്കേണ്ടത്. നല്ല ടീമായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ നോർത്തില് ഇതിലും ക്രൂരമായിട്ടുള്ള പല സംഭവവികാസങ്ങളും നടക്കുന്നില്ലേ? ഉണ്ടാവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ നിന്ന് കൊടുക്കരുതെന്ന് പീഡന പരാതി ഉന്നയിച്ച് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയതിന് നോർത്തില് കുടുംബത്തോടെ കത്തിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കേൾക്കാനുണ്ട്, ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. പലതും ഉണ്ടെന്നേ, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചില ക്രൂരന്മാരുണ്ട്. ഇങ്ങനെ ഒരു പെണ്ണെ കൊണ്ടുപോയി സ്നേഹിച്ച് കൊണ്ടുപോയി മുറി കൊണ്ടുപോയി അതിനെ
ആ കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ വായി ഡൈനമൈറ്റ് വെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞു. അത് തന്നെ പൂക്കൃത്തനാണ്. അവനെയൊക്കെ അന്നേരം വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുന്നത്. തൂക്കിക്കൊള്ളണം അന്നേരം. ബഹുമാനയുടെ കോടതി അന്നേരം വിസ്തരിച്ചുകൊണ്ടിരിക്കും. വിസ്തരിച്ച് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ കേസും കാണില്ല, ഒരു കിട്ടിയാൽ ഒരു 10 കൊല്ലം ജയിൽ. അത് ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി പോരും. പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വലിയ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ശിക്ഷ കഠിനമായെങ്കിൽ മാത്രമേ ഇത് മാറൂ. ഇതിപ്പോൾ ഒന്നും പേടിക്കേണ്ടെന്നൊരു ഫീലിംഗ് അല്ലേ, സങ്കടമാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്താണെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് പാർട്ടി എല്ലാവരും കൂടെ ഒരു മുന്നിട്ടിറങ്ങിയിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വിജയമുണ്ട്. അതിന് പ്രധാന പങ്ക് വഹിച്ചത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. ഷാഫിയെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു ജനങ്ങളോട് പെരുമാറിയത്, ആ ഒരു രീതിയിൽ വളരെ സൗമ്യനായി, ദേഷ്യമില്ല, പ്രശ്നമില്ല, അതിന്റെ മറ്റൊരു വേർഷനായിട്ടാണ് ഷാഫിയെ കണ്ടുകൊണ്ടിരുന്നത്. അല്ല, അതങ്ങനെയൊന്നുമില്ല. ഷാഫിയെ കാണുന്നത്, ഷാഫി വലിയൊരു സമ്പന്നനാണ്. അവൻ്റെ വാപ്പായികളെ ഭയങ്കര സമ്പന്നനാണ്. ആ സമ്പന്നനെ പോലെ 10 സമ്പന്നനെ കെട്ടാൻ മേടിക്കാൻ കഴിവുള്ള ആളുടെ മകളെ അവൻ കെട്ടിയിരിക്കുന്നു. അതുപോലെ സമ്പത്താണ് അവൻ. അവനൊരു അഹങ്കാരിയല്ല. ഈ സമ്പത്തുണ്ടെങ്കിലും അഹങ്കാരമുള്ളവനല്ല അവൻ. അവനങ്ങനെ പോകുന്നു. അവൻ്റെ ആ ശക്തിയാണ് അവിടെ നിന്നത്. അതുകൊണ്ട് അവനായോണ്ടല്ല ജയിക്കുകയല്ല ഇവിടെ. അവൻ്റെ വ്യക്തിപരമായ ഒരു നേട്ടമായിട്ട് കൂട്ടിയാൽ കോൺഗ്രസിൻ്റെ ഒന്നും പറയണ്ട. BJP വളരെ സ്ട്രോങ് ആണ് അവിടെ. പക്ഷേ ഇവൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനകത്ത് പോയതാണ്. പക്ഷേ ഷാഫിക്ക് ഒരിക്കലും പാലക്കാട്ടേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഷാഫി ചോദിക്കുന്നത് കൊയിലാണ്ടി സീറ്റൊക്കെയാണ്. കാരണം ഇതുവരെ കോൺഗ്രസിനെ പിടിച്ച് എടുക്കാൻ പറ്റാത്ത സീറ്റാണ് ഷാഫി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടേക്ക് ഒരു ഓളം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഷാഫിയുടെ വ്യക്തിപ്രഭാവം. ഞാനിപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയമല്ല, പേഴ്സണൽ രാഷ്ട്രീയമല്ല. ഞാനതിലൊന്നും ഇടപെടുന്നില്ല. അത് അവിടെ രാഷ്ട്രീയം എന്താണ് നടക്കട്ടെ. ഞാൻ ഏതായാലും ഒരു കാര്യം പറയാം, കോൺഗ്രസിന് ഭാവിയില്ല. എന്തുകൊണ്ട്? എന്താ ആവശ്യം? കോൺഗ്രസിന് എങ്ങനെ ഭാവി ഉണ്ടാകാനാണ്? ആരിയ്ക്കുന്നു? ആ ഡൽഹിയിലിരിക്കുന്ന ആൾക്ക് തന്നെ അയാൾ ഒരു കളിപ്പിള്ളേരുടെ കൂട്ട് കിടക്കുക. എന്നാ രാഹുൽ ഗാന്ധി. അയാൾക്ക് പല ബോധമുണ്ടോ? പക്ഷെ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര എന്ന് പറയുന്നത് വലിയൊരു ഓളം സൃഷ്ടിച്ചു തന്നെയല്ലേ? കാരണം അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു പ്രഭാവം ഉണ്ടായിട്ടില്ലേ? ഒന്നുമില്ല. അത്രയധികം സീറ്റുകൾ അയാൾ പറയുന്നതിന് മഠയത്തരങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വോട്ടിൽ കള്ളത്തരം നടത്തി എന്നുള്ള ആളുടെ ആരോപണം കർണാടകത്തിൽ എങ്ങനെ ഇവിടെ കോൺഗ്രസിന് ഗവൺമെന്റ് വന്നു? ആ കള്ളവിട്ടുകൊണ്ടാണോ വന്നത്? അത് പറയണ്ടേ? പക്ഷെ തെളിവുകൾ പ്രകാരമായിരുന്നല്ലോ രാഹുൽ ഗാന്ധി മീഡിയയെ കണ്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ? തെളിവുകൾ പ്രകാരമായിരുന്നല്ലോ. എന്നാ തെളിവെന്നേ? എന്നാ തെളിവ്? ഞാൻ മുഴുവൻ വായിച്ചിട്ട് തെളിവ് ഞാൻ കാണുന്നില്ല. അത് തന്നെയല്ല വന്ന് രാഹുൽ മോദിജി വന്ന് എല്ലായിടത്തും കള്ളവടി ആൾക്കായിരുന്നു. എന്താ അർത്ഥം കൊണ്ട് ഈ പറയുന്നതിനകത്ത്? ഇയാളെ ഈ കർണാടകത്തിൽ എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു പറയണ്ടേ? അവിടെ വോട്ട് ചേർത്ത എങ്ങനെ? ഇന്ത്യ മുഴുവൻ ഒരേ രീതിയിലല്ലേ വോട്ട് ചേർത്തത്. കർണാടകത്തിൽ പ്രത്യേകം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ മോദിയെ കുറ്റം പറഞ്ഞ എന്നാ കാര്യം? ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധി എന്ന് ഒരു 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 രാഷ്ട്രീയത്തിൽ എല്ലാം തകർന്നവൻ ഇപ്പം ഒരു പിടിവള്ളിയായിട്ട് വോട്ട് ചേർക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുക. നിലനിൽക്കാനാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണോ കോൺഗ്രസിന് നിലനിൽക്കില്ല എന്ന് പറയുന്നത്? അതെ. അതായത് ഇന്ദിരാജി പോലൊരു നേതാവില്ലിപ്പോൾ. ഇയാൾ എന്താ ഇത് നീക്ക് തന്നെ അറിയത്തില്ല. പിന്നെ പ്രതിപക്ഷം ഒന്ന് ആലോചിക്കണം. പാർലമെൻറ്റിൽ രൂക്ഷമായ ചർച്ച നടക്കുക. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? പ്രതിപക്ഷ നേതാവാണ്. അയാൾ മിണ്ടിയില്ല. സോണിയാഗാന്ധി സംസാരിച്ച് സോണിയ ഇവരെല്ലാം അതിന് മറുപടി പറയേണ്ടവൻ. ഇതിനുള്ള കഴിവില്ല. പുറത്ത് PA എഴുതി കൊടുക്കണം. സഭയ്ക്കകത്ത് എഴുതി കൊടുക്കാൻ പറ്റുമോ? അന്നേരെ മറുപടിയല്ല. ഒരു പരാജയമാണ് രാഹുൽ ഗാന്ധി. ഈ ഗ്രൂപ്പുകൾ കൂടിയത് കൊണ്ടാണോ ഇത്ര പ്രശ്നം ഉണ്ടാവും? ഗ്രൂപ്പ് കൂടിയത് എന്നാ ഗ്രൂപ്പ്? ആരുടെ ഗ്രൂപ്പ്? ഇതൊന്നും പ്രശ്നമല്ല. കാരണം നമ്മുടെ ഈ പാലക്കാട് തന്നെ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡോക്ടർ P സരിൻ അദ്ദേഹത്തിന് ആ ഒരു സീറ്റിനോട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സ്വാഭാവികമായിട്ട് ആ തർക്കം ഉണ്ടാകാമല്ലോ. കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടി, അവർക്ക് തർക്കങ്ങളൊക്കെ കൂടുതലുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമാണ്. നേതാക്കന്മാരെ വളർന്നു പോയി എല്ലാവർക്കും നേതാവാകണമെന്ന് ആഗ്രഹിക്കും. എല്ലാവരും സീറ്റ് ഇടങ്ങും. MLA ആയാലും ഒന്നുമല്ല കോൺഗ്രസിനകത്ത്. പക്ഷെ ഒരുപാട് മുഖ്യമന്ത്രിമാര് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ നമ്മുടെ വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രിയാണ്, KC വേണുഗോപാൽ. സതീശൻ മുഖ്യമന്ത്രി ആയിട്ടാണ് നടക്കുന്നത്.